ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വെൽക്കം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ചുമയാട്ടോ കാര്യമാക്കണ്ട, എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മുടെ പുതിയ പടത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രൈവറ്റ് എന്നാണ് മൂവിയുടെ പേര്, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ 10-ാം തീയതിയാണ് റിലീസാവുക. ഈ വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ ഓൾറെഡി മൂവി റിലീസായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പ്രൈവറ്റിന് അങ്ങനെ ഒരു വലിയ PR വർക്കോ മറ്റേ വലിയ പ്രൊമോഷൻ ടീമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ 1-2 ഇൻ്റർവ്യൂ മാത്രം സെലക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഇൻ്റർവ്യൂവിനൊക്കെ മുമ്പ് ട്രെയിലർ റിലീസായ സമയത്ത് ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഭയങ്കര വ്യൂസും അതിന് കുറേ നല്ല റിവ്യൂസൊക്കെ വന്നു. അപ്പം ഞാനും പെട്ടെന്ന് ഞെട്ടിപ്പോയി. നമ്മളൊന്നും ചെയ്യാണ്ട് സാധാരണ നമ്മൾ എന്തെങ്കിലും ഈ പോസ്റ്ററൊക്കെ വന്നൊക്കെ തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ അറിഞ്ഞു തുടങ്ങുക ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്ന്. പക്ഷേ ഇതിങ്ങനെ വന്ന് ഇത്രയും അങ്ങനെ വലിയൊരു വ്യൂ കിട്ടിയപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ഒരു 3 ഇൻ്റർവ്യൂസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് 3 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ ഇന്നും നമുക്ക് ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു ന്യൂസ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം അതിന് പോവാണ് നമ്മൾ ഇന്ന്. ഓക്കെ, ഇന്ന് ഇൻ്റർവ്യൂ ആണെങ്കിലും നാളെയാണ് പടം റിലീസ്. ഇന്ന് 9-ാം തീയതിയാണ്, നാളെ 10-ാം തീയതി, നാളെയാണ് നമ്മുടെ മൂവി റിലീസാവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പം ഞാൻ വീട്ടിലിരിക്കുകയാണ്. എനിക്കൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിനി ഇവിടുന്ന് കുളിച്ച് റെഡിയായി പോകണം. ഓക്കെ, ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായിട്ട് അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി ഈ ഉടുപ്പിടാനാണ് പ്ലാൻ ചെയ്തത്. ഞാൻ മേളിൽ നിന്ന് എടുത്ത് താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതും ഇങ്ങനെ ഒരു ഷർട്ടും, ഇതൊരു മഞ്ഞ കളർ ഷർട്ടാണേ. ഇതും ഇങ്ങനെ ഒരു ബാഗി പോലത്തെ ഒരു ജീനും. അപ്പോൾ ഞാൻ ആദ്യം ഒരു വെള്ള കളർ ഷർട്ട് ഇടാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ വെള്ള കളർ ഷർട്ട് എടുത്തോണ്ട് പോകുമ്പോൾ ഞാൻ അതിലൊക്കെ എന്തോ ഒറ്റ പ്രാവശ്യം ഞാനത് ആകെ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അതിലെന്തോ കറയാക്കി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് മാത്രമുള്ള സ്പെഷ്യൽ കഴിവാണോ എന്നും ഇനി എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനൊരു മഞ്ഞ ഷർട്ട് എടുത്തു. അപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ നെയിൽ പോളിഷും മഞ്ഞ കളറായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമ്മൾ പ്ലാൻഡ് അതെല്ലാവരും വിചാരിച്ചോട്ടെ, അങ്ങനെ ഞാൻ ഇതാണ് ഇടാൻ പോകുന്നത്. പിന്നെ ഈ ബാഗ് കൊടുക്കാമെന്ന് വിചാരിക്കും. ഇതിലേക്ക് ഇനി എല്ലാം പോകേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെക്കണം. അങ്ങനെ വലിയ സാധനങ്ങളൊന്നും വേണ്ട, ചുമ്മാ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വല്ല ഫോണ്, എയർപോർട്ട്സ് അങ്ങനത്തെ സാധനം മാത്രം ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മുടിയൊക്കെ പക്ഷെ ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഗുഡ് ഹെയർ ഡേ അല്ല ഇന്ന്. എന്തോ ഒരു ഭയങ്കര ഡ്രൈ ആയ പോലെ, അങ്ങനെ ഫ്രിസി ആയ പോലെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഈ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ ട്രാവൽ ഉണ്ടായിരുന്നു. ചിലപ്പം അതൊക്കെ ആയിരിക്കും എൻ്റെ മുടി ഭയങ്കര, ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഇങ്ങനെ ഒരു വരണ്ടുണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്ട്സ് ഉണ്ട്. അതപ്പോൾ ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് റെഡി ആവുന്നുണ്ട്. ഞാനിതൊക്കെ ഇവിടെ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബി ബ്ലെൻഡിൻ്റെ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. ഇതാണ് അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഹെയർ ഭയങ്കര ഫ്രിസി ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അൺമാനേജബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ബി ബ്ലെൻഡ് എന്ന് പറയുന്നത്. ബി ബ്ലെൻഡ് ഇന്ത്യാസ് പ്രീമിയം ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് ബ്രാൻഡാണ്. ഞാനിവിടെ ട്രൈ ചെയ്യുന്നത് അവരുടെ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് കേട്ടോ. അത് ജോജോബ ഓയിൽ, വിറ്റമിൻ ഇ ആൻഡ് ഷൈൻ ടോണിക് ഒക്കെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അത് മാത്രമല്ല നമുക്ക് അപ് ടു ഒരു 95% വരെ ഫ്രിസ് റിഡക്ഷൻ ഒറ്റ വാഷിൽ തന്നെ നമുക്ക് കിട്ടുന്നു. നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്ററായിട്ടും ഷൈനിയർ ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഈസി ടു മാനേജ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രിസി ആയിട്ടുള്ള ഹെയർ വെച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ബി ബ്ലെൻഡിൻ്റെ ഈ റേഞ്ച് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. യു ഡോണ്ട് ജസ്റ്റ് സ്റ്റൈൽ യുവർ ഹെയർ, യു സ്റ്റൈൽ ഇറ്റ് ലൈക്ക് എ പ്രോ. ഇത് വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ദേ റെഡിയായി. എൻ്റെ പ്ലാനൊക്കെ ഞാൻ ഫുൾ മാറ്റി. ആദ്യം ഞാനൊരു യെല്ലോ ഷർട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതെന്ന് വെച്ചാൽ വെള്ളം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വെള്ള ടോപ്പ് കിട്ടി ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഞാൻ പിന്നെ അതെടുത്തിട്ട്, ഇത് നല്ല രസമുണ്ട്, വെള്ള ടോപ്പും ഇതും കൂടെ കാണാനായിട്ട് ഞാനൊരു കുണുക്കുള്ള കമ്മലൊക്കെ എടുത്തിട്ടു. എനിക്ക് ഭയങ്കര ചുമയായിട്ട് ഒച്ച പോകുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഒരു വിഷമിതയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി എനിക്ക് ബാഗ് അതും ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചു. മഞ്ഞയുടെ കൂടെ ആകുമ്പോൾ പച്ച കോൺട്രാസ്റ്റ് ചെയ്ത് പൊക്കോളും, വെള്ളയിലൂടെയും പോവും. പിന്നെ ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. കാണാവോ? ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാനൊരു ക്ലിപ്പൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് സാധാ പൂക്ലിപ്പല്ല, ഇത് തിളങ്ങുന്ന പൂക്ലിപ്പ്. കണ്ടോ, തിളക്കമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ആകെ കൊണ്ടുപോകുന്നത് എൻ്റെ ചാർജർ, എയർപോർട്സ്. ബാക്കിയുള്ള ബാഗിൽ ഇങ്ങോട്ട് മാറ്റണം. എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഈ ഓരോ ബാഗിൽ സെയിം സാധനം തന്നെ മാറ്റി മാറ്റി ഇടുമല്ലോ. ഇതാണ് എൻ്റെ വേറെ ബാഗ്.
അപ്പോൾ ഇതൊന്നും എനിക്കിപ്പോൾ പുതിയൊരു സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായി ഇപ്പം. പണ്ട് ഞാൻ പുസ്തകം കണ്ടം വഴി ഓടുമായിരുന്നു എന്ന് അച്ഛനമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, വായിക്കാൻ ഇഷ്ടമല്ലായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് വായിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എവിടെ പോയാലും എനിക്കിങ്ങനെ ബുക്ക് വായിക്കാനായിട്ട്, എന്നിട്ട് ഞാനിപ്പം പണ്ട് ഞാൻ അച്ഛനെ അമ്മേനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കോട്ട എഴുതുമായിരുന്നേ ഒരു ബുക്കിൽ. പിന്നെ എനിക്ക് എന്നെ നാണക്കേടായി തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കോട്ട അങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. അപ്പം എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും എൻ്റെ എഴുത്ത് കാണാൻ നല്ലതാ, നല്ല ഭംഗിയുണ്ട്, അങ്ങനെ എന്ന് വെച്ചാൽ അത് ആ വാക്ക് നല്ല രസമുണ്ട് അങ്ങനെ പറയും. അപ്പോൾ പക്ഷേ എനിക്കതൊരു ചമ്മലായിരുന്നു. ഞാനിങ്ങനെ അച്ഛൻ അമ്മയൊക്കെ പറ്റി എഴുതുന്നു, ഭയങ്കര നല്ല എനിക്കിഷ്ടമാണ്. പക്ഷെ എന്നാലും എനിക്ക് നാണക്കേടായി തുടങ്ങി. എന്നിട്ട് ഞാനത് നിർത്തി. പിന്നെ ഇപ്പം ഞാനിങ്ങനെ വായിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് എഴുതാനും ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ എഴുതാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യം. അങ്ങനെ വന്നപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ ഇത് എഴുതി എവിടെയെങ്കിലും ഇടുക, അല്ലെങ്കിൽ നീ മറന്നു പോയാലോ എന്ന് വെച്ചു. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു ബുക്കിൽ എഴുതിക്കൊണ്ടിരുന്നേ, അത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നീലാംബരി എന്ന് പറഞ്ഞിട്ടൊരു പേജ് തുടങ്ങി. എനിക്ക് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി ആ ബുക്ക് ഇഷ്ടമായിരുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നീലാംബരി എന്ന് പേരിട്ടിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങി. അത് എൻ്റെ ആണെന്ന് അങ്ങനെ അധികം ആർക്കും അറിയൊന്നുമില്ല. ആദ്യം ഞാൻ ഇതിട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ എന്തോ വലിയ ബ്രാൻഡ് തുടങ്ങി അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയൊന്നല്ല, ചുമ്മാ എൻ്റെ എഴുത്തുകൾക്ക് വേണ്ടി മാത്രം ഒരു സ്പേസ്. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ നാണക്കേടൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്ഥലം. അങ്ങനെ പറഞ്ഞ് ഞാനത് തുടങ്ങി. ഇപ്പം ഞാൻ അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് എഴുതിയിടും. പക്ഷെ നല്ലതാട്ടോ, എൻ്റെ ഒത്തിരി സമയം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ബാക്കി ഞാൻ ചുമ്മാ ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരുന്നല്ലേ സമയം കളയാം. പക്ഷെ അതില്ല, നല്ല രീതിക്ക് ഒത്തിരി സമയം പോകുന്നുണ്ട്. അതെനിക്ക് നല്ലൊരു പരിപാടിയായിരുന്നു. ഈ അടുത്ത് ഞാൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും നല്ലൊരു പരിപാടി. ഈ ബുക്കൊക്കെ ഞാൻ വായിക്കുന്നത് ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ തുടക്കവും ഈ ബുക്കിൽ തന്നെയായിരുന്നു. ഇത്രയും ബുക്ക് ഞാൻ ആദ്യം തുടങ്ങിയത് ഈ മാധവിക്കുട്ടിയുടെ ഒരു ബുക്കിലാണ്. ഇത് തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഞങ്ങൾക്കൊരു ഉഷാൻറ്റി ഉണ്ട്. ഉഷാൻറ്റിനെ പറഞ്ഞാൽ അറിയും, നമ്മുടെ വിസ്റ്റോസ സലൂണില്ലേ ഏറ്റുമാനൂരുള്ള, ഞാൻ എപ്പോഴും പോവാന്ന് പറയുന്നത് ആ സലൂണിലെ ആൻറ്റിയാണ്. അപ്പം ആൻറ്റി ഒത്തിരി വായിച്ചിട്ട് ആ സലൂണിൽ ഇങ്ങനെ ഒരു ബുക്ക് സ്റ്റോൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഷെൽഫ്. അതിൽ നിറച്ച് കുറേ ബുക്കുകൾ അവിടുത്തെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ആൻറ്റിക്കും ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു താല്പര്യവും ഇല്ലാത്ത എനിക്ക് ആൻറ്റി നിർബന്ധിച്ച് ഒരു പുസ്തകം തന്നു വിട്ടു, 2 പുസ്തകം തന്നു വിട്ടു. അങ്ങനെ ഈ നെയ്പായസമൊക്കെ ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ഈ 2 ബുക്കാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. പക്ഷെ ഇപ്പം ഞാൻ അത്യാവശ്യം എനിക്ക് എല്ലാ ജോണറുള്ള ബുക്കും വായിക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമല്ലേ, നമ്മളതിനെ മുടക്കുന്നേ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് കുറേ ബുക്കും കൂടെ എടുത്തോണ്ട് വന്നു. ഈ ഇക്കിഗായി എനിക്ക് MJ അങ്കിൾ തന്നതാട്ടോ. MJ അങ്കിൾ എൻ്റെ ബർത്ത്ഡേക്ക് തന്നത്. അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, എൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് എല്ലാം കൂടെ നമ്മൾ അൺബോക്സ് ചെയ്യല്ലോ, അന്നേരം ഞാൻ ഇതിനെപ്പറ്റി സ്പെഷ്യലായിട്ട് പറയാം. എനിക്കതിന് കുറച്ച് പറയാനുണ്ട്. ഓക്കെ, അപ്പം ഇക്കിഗായി അങ്ങനെ ഇത് ഞാൻ ഇത്ര ബുക്ക് മാർക്ക് വെച്ചിരിക്കും, അത്രയും ഞാൻ വായിച്ചത്. നല്ല ബുക്കാട്ടോ, നല്ല രസമുണ്ട് വായിക്കാനായിട്ട്. പിന്നെ ഇത് 2 ഞാൻ ഇതിലെ കുറേ കഥകൾ വായിച്ച് തീർത്തു. പിന്നെ ഇതൊരു പുതിയ ബുക്ക്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അത് കുറേ പോകുന്ന ആൾക്കാർ. പിന്നെ KR മീരയുടെ 2 പുസ്തകമുണ്ട്, അതും ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇന്ന് പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വെറുതെ കൊണ്ടുപോകാം. ചിലപ്പോൾ വായിക്കൊന്നും ഇല്ലായിരിക്കും, എങ്കിലും നമുക്ക് വെറുതെ കൊണ്ടുപോകാം, ഇൻ കേസ് നമുക്ക് വായിക്കാൻ തോന്നിയാലോ. ഓക്കെ, അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം കൊണ്ടുപോകാം. ഇതാകുമ്പോൾ കുഞ്ഞു കഥകളാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാനിറ്റൈസർ. ഈ സാനിറ്റൈസർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പെർഫ്യൂം അടിക്കണ്ട, അത്ര നല്ല മണമാണ്. ഇത് ഞാൻ ഒരുത്തൻ ഓസ്ട്രേലിയയിലോ എങ്ങാണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് ഒരു കുന്ന് സാനിറ്റൈസർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്കത് എന്തൊരു ഇഷ്ടമാണെന്നറിയോ, ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര, നമുക്കങ്ങ് സന്തോഷം വരും ഇതിട്ട് കഴിഞ്ഞാൽ. ഇതെന്തിനാ ആക്ച്വലി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പം വാഷ്റൂമിലൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പമ്പിലോ ഒക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ് സാനിറ്റൈസർ. അപ്പം നമുക്ക് ഉപയോഗപ്രദമാണ്. ഓക്കെ, അതിന് സോപ്പ്, പേപ്പർ സോപ്പ്, അതിലൊരു ഇല എടുത്ത് ഇലയുടെ ഷേപ്പ്, ഇല എടുത്ത് കയ്യിലിട്ടാൽ മതിയാവും. പിന്നെ ഇത് നെയിൽ പോളിഷ് റിമൂവർ കാണാവോ, ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിൽ എക്സ്റ്റൻഷൻ ചെയ്തിരിക്കുവാണ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി ഇട്ട ഭക്ഷണമാണെങ്കിൽ ഇതിലോട്ട് നിങ്ങൾക്ക് ഭയങ്കര മഞ്ഞ കളർ പിടിക്കും. അപ്പം നമ്മൾ ഇതിട്ട് ഈ നെയിൽ പോളിഷ് റിമൂവർ ഇട്ട് തൂത്താൽ മതി. അപ്പം ഇത് ജെൽ പോളിഷ് സാധാ നെയിൽ പോളിഷ് ആണെങ്കിൽ മൊത്തം നെയിൽ പോളിഷ് അങ്ങ് മറിഞ്ഞു പോകും. പക്ഷെ ജെൽ പോളിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചതിൻ്റെ ആ മഞ്ഞ കളർ മാത്രം അങ്ങ് മാഞ്ഞു നോക്കോളും. പക്ഷെ നമ്മൾ സോപ്പ് ഇട്ടാലൊന്നും അത് പോകത്തില്ല. അതിന് വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ വെക്കുമ്പോൾ തൊട്ട് എൻ്റെ ബാഗിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇത്.
ഫ്രാഗ്രൻസ് ഫാക്ടറിയുടെ പെർഫ്യൂം. ഇതെനിക്ക് കുറെ കുഞ്ഞു കുഞ്ഞു ഇത് തന്നിട്ടില്ലായിരുന്നു, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ. അവരുടെ പെർഫ്യൂമാണ് ഞാൻ മിക്കതും യൂസ് ചെയ്യുന്നത്. ഇതങ്ങനെ അവരെനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്ന ഒരു പെർഫ്യൂം. പിന്നെ നമ്മുടെ സൺഗ്ലാസ്. വെയിൽ കൂടുകയാണെങ്കിൽ എനിക്കിപ്പോഴും സൺഗ്ലാസ് ഒക്കെ വെക്കാൻ ചമ്മല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്നെ തന്നെ ഏതോ വിചിത്ര ജീവിയെ പോലെ തോന്നും ഞാൻ സൺഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനതങ്ങ് വണ്ടിയിലിരിക്കുമ്പോൾ വെക്കും, അല്ലാണ്ട് അങ്ങനെ വെക്കലൊന്നുമില്ല. ഒരു ചോക്ലേറ്റ്. ഭയങ്കര വിശപ്പ് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുത്തി നിറച്ച് ബാഗ് കൊണ്ടുപോകുന്നതാണെങ്കിൽ ഇഷ്ടമല്ല, പക്ഷെ ഇതെല്ലാം ആണെങ്കിൽ വേണം താൻ. ഇതിൽ മിക്കതും നമ്മൾ എടുക്കാത്ത സാധനങ്ങളാണ്, എങ്കിൽ പോലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെക്കുന്നത്. ആക്ച്വലി ഞാൻ കൊണ്ടുവന്ന ബാഗുകളിലൊന്നും എനിക്ക് ഉപയോഗമുള്ള, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും കാണില്ല. പക്ഷേ എനിക്കത് വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ കോൺഫിഡൻസ് കുറവാ. അയ്യോ ഞാൻ ഇന്ന് മോയ്സ്ചറൈസർ എടുത്തില്ലല്ലോ, അങ്ങനെ. നമ്മൾ കണ്ടോ അവിടെ പോയി നിന്ന് മോയ്സ്ചറൈസർ ഇടാൻ പോകുന്നു ഇല്ല, പക്ഷെ അതൊരു തോന്നലാന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ, ഒരു വൃത്തികെട്ട തോന്നലുണ്ടായി. വേറെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മാത്രമുള്ള ഒരു അസുഖമാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ എൻ്റെ ബാഗ് ഞാൻ കുത്തി നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി പുറപ്പെട്ടാൽ മതി. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഇറങ്ങി, കുറച്ച് നേരമായി ഇറങ്ങിയിട്ട്. എനിക്ക് ഇച്ചിരി പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കഴിക്കുന്നൊന്നും. നമ്മൾ എവിടെയാ ഊട്ടാപ്പി എത്തണ്ടേ? ഇവിടെ അല്ല, എന്താ സ്ഥലം? കൊച്ചി, കളമശ്ശേരിയിൽ എത്തണം 4 മണിയാകുമ്പോൾ. എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, നമ്മൾ കറക്റ്റ് സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിയത്തില്ല. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ ചെന്താ ഒരു പരിപാടി നമുക്കിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം തിരിച്ചിറങ്ങായിരിക്കും. അങ്ങനെ ഒത്തിരി സമയത്ത് ഇതൊന്നുമില്ല. എനിക്ക് നാളത്തെ കാര്യോർത്ത് ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നാളെ 10-ാം തീയതി. അപ്പം എനിക്കങ്ങനെ ഭയങ്കര ഭീകരമായ വലിയ പ്രതീക്ഷകളൊന്നും അല്ല, പക്ഷെ എനിക്ക് പ്രൈവറ്റ് ഞാൻ ഒത്തിരി എന്നാ പറയുന്നത്, അങ്ങനെ ഞാൻ ഒരു സിനിമ ചെയ്തിട്ടേ ഇല്ല. ഇനി ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്യുമെന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു മൂവിയാണ് പ്രൈവറ്റ്. അതിനെപ്പറ്റി കൂടുതലൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് വിശദമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുന്നതായിരിക്കും. കാരണം എൻ്റെ ലൈഫിലെ വലിയൊരു എക്സ്പീരിയൻസ് അത്. ഇന്ദ്രൻ സംഘങ്ങളുടെ കഴിഞ്ഞ് മംഗൾ ഒത്തിരി സിനിമകൾ എപ്പോഴും ചെയ്യുന്ന ആളാണ്, അതൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം എനിക്കൊരു കുഞ്ഞ് എക്സൈറ്റ്മെന്റ് ഉണ്ട്. നാളെ നമുക്കറിയാം. ഓക്കെ, നമുക്ക് ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്ന ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഇതിന്റെ അകത്തായിരുന്നുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് തിരക്കായിരുന്നു, അറിയാലോ. ഇന്റർവ്യൂ ഒക്കെ ആകുമ്പോഴത്തേക്കും സംസാരങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയി. നല്ലതായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇന്റർവ്യൂവിലൊക്കെ കുറെ പറയുമല്ലോ കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്, എന്താ സംഭവിക്കാൻ പോകുന്നത്, നാളെ എന്ത് നടക്കും എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ബ്രഹ്മാണ്ട ഹിറ്റാവും അതൊന്നും അല്ല എൻ്റെ മനസ്സിൽ. പക്ഷെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ആദ്യം ചെയ്യില്ല. അപ്പൊ ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യോ, എങ്ങനെയായിരിക്കും സംഭവിക്കുന്നതെന്നുള്ളത്. ഒന്നാമത് ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഭയങ്കര ഒരു വ്യൂസും അതിന്റെ താഴെ കുറെ കമന്റ്സും ഒക്കെ വന്നപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ അങ്ങനെ കുറെ ഇതുണ്ടായത്. ഒന്നാമത്തെ പ്രൈവറ്റിന് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര പ്രൊമോഷൻ സൈഡ് ഒന്നും ഉണ്ടായിരുന്ന ഒരു സിനിമയേ അല്ല. പക്ഷെ എന്നിട്ടും കൂടി ഇത് അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ നമുക്കൊരു ചെറിയ ഹോപ്പ്, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കുറച്ച് പോസിറ്റീവ് നല്ല റിവ്യൂസ് ഒക്കെ അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ പറ്റിയല്ല, പടത്തിനെ പറ്റിയിട്ട്, അതിന്റെ വിഷ്വൽസ് ആയാലും അതിനെയൊക്കെ പറ്റിയിട്ട്. പിന്നെ മ്യൂസിക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഭയങ്കരം എന്ന് വെച്ചാ അല്ല, ദീപക്കേട്ടൻ എഴുതി അശ്വിൻ ചേട്ടനാ മ്യൂസിക് ചെയ്തേ. വെറുതെ അതിന്റെ ക്രെഡിറ്റും കൂടെ ദീപക്കേട്ടനെ കിട്ടിയത്. ദീപക്കേട്ടനാണ്, പക്ഷെ മ്യൂസിക് അശ്വിൻ ചേട്ടനാ. ഞാൻ അശ്വിൻ ചേട്ടനെ വിളിച്ച്, എനിക്ക് അശ്വിൻ ചേട്ടൻ ഒരു പരിചയം ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അശ്വിൻ ചേട്ടൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ചേട്ടാ നിങ്ങളുടെ മ്യൂസിക് ഭയങ്കര രസമാണ് കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അത് ഇൻസ്റ്റഗ്രാമിൽ ഈ മ്യൂസിക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് കുറെ എന്നെ മെൻഷൻ ചെയ്ത് കുറെ സ്റ്റോറി അങ്ങനെയൊക്കെ വന്നു. അത്ര നല്ല മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഒക്കെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരുന്നു. എന്നായാലും നമുക്ക് കാണാം. ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാ. ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല. ഇനി എങ്ങോട്ടാ? വീട്ടിൽ പോയിട്ട് ഇടയിൽ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇനി വീട്ടിൽ പോണം, അതൊക്കെ തന്നെ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. നല്ല സ്ഥലം ഇതാണ്, കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ അല്ലേ? ആ സൈഡിൽ കണ്ടതാണ്. അതെന്താ ഒരു നല്ല സ്ഥലമല്ലേ? അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ അറിഞ്ഞേനെ ഇതൊക്കെ?
അതൊക്കെയാണ് ശരിക്കും നല്ല സ്ഥലം. നിങ്ങൾ അതിനെ ഒരു നെഗറ്റീവ് സ്ഥലമായിട്ടാണോ കണ്ടിരുന്നത്? അതാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ. ഇതെന്താ? ഇത് നെസ്റ്റ് ഇലക്ട്രോണിക് സിറ്റി. പിന്നെ ഒരു എല്ലൊട്ടിച്ച കാർ കാണുമ്പോൾ ഈ കുട്ടാപ്പിച്ചോണ്ട് ദേഷ്യം വരും. കുട്ടാപ്പിച്ചാൻ ഇതുവരെ എനിക്ക് എല്ലിന്റെ സ്റ്റിക്കർ മേടിച്ചതല്ല. പിന്നെ എന്റെ ഏക പ്രതീക്ഷ വിച്ചുകൂട്ടം വീട്ടിലെത്തിയിട്ടുണ്ട്. അവനാകുമ്പോ പൊട്ടന് പേടിയൊന്നുമില്ല, അവൻ കൂടെ കയറി ഇരുന്നോളും. അതുകൊണ്ട് അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ടി ഓടിക്കണം, കൂടെ കയറി ഇരിക്കാൻ. അപ്പോഴവൻ എന്നോട് ഞാനൊന്നും വരുത്തില്ല നിന്റെ കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിച്ചുകൂട്ട പ്ലീസ്, ഞാൻ പിന്നെ ഒരു മോമോസ് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് അവനെ വണ്ടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ചിലപ്പോൾ ഞാൻ അവനുമായിട്ട് പോവായിരിക്കും, അത് എനിക്കറിയത്തില്ല. അത് നോക്കണം. അവൻ പറഞ്ഞു എന്നോട് സെല്ലോ ടേപ്പ് വെച്ച് അവനൊരു എല്ല് സംഘടിപ്പിച്ചു തരാത്. അവൻ എല്ലിന്റെ സ്റ്റിക്കർ ഒന്നും മേടിക്കാൻ പോകാൻ പറ്റത്തില്ല. പക്ഷെ അവൻ എനിക്ക് അങ്ങനെ എൽ ഷേപ്പ് കിട്ടിയാൽ പോരെ, അത് ഞാൻ ഒപ്പിക്കാം. എന്താ സ്റ്റിക്കർ മേടിക്കാൻ പോകാൻ അന്നേരം തിരിച്ചു വരുമ്പോൾ അപ്പൊ വെച്ചുകൂടെ പറഞ്ഞു അത് വേണ്ട, അവന് എല്ലാം ഉണ്ടാക്കാം, അല്ലാതെ സെല്ലോ ടേപ്പ് വെച്ച് അവൻ വരച്ചു തരാന്നാ പറയുന്നത്. അറിയത്തില്ല, എങ്ങനെയാലും എനിക്ക് എല്ല് വേണം. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. ബൈ ഗൈസ്. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. എനിക്ക് നല്ല ചുമയായതുകൊണ്ട് അങ്ങനെ ഒത്തിരി സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇനിയിപ്പം അമ്മയുടെ കൂടെ എന്തോ പുറത്ത് പോകണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിലധികം പരിപാടികളില്ല. നാളെയാണ് സിനിമ റിലീസാവുന്നത്. അപ്പം ഇൻ്റർവ്യൂസും പരിപാടികളൊക്കെ കഴിഞ്ഞു. നാളെ ഇനി വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ സിനിമ കാണാൻ പോവായിരിക്കും. അതാണ് പരിപാടി. കൊച്ചിയിലായിരിക്കും പോകുന്നത്. അത്രയൊക്കെ തന്നെയുള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണുക, സിനിമ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അറിയിക്കുക. താങ്ക് യു. ബൈ.